നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കർഷകർക്ക് നിരാശ നൽകി ഏലക്ക വില താഴേക്ക്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഏലക്കായ്ക്ക് വില ഇടിഞ്ഞത് 800 രൂപയോളം. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വില ഇടിക്കുന്നതാണെന്ന ആരോപണവുമായി കർഷകരും ചെറുകിട വ്യാപാരികളും. നിരോധിത ലഹരി വസ്തുക്കളായ MDMA-യും കഞ്ചാവും കണ്ടെടുത്ത കേസുകളിലായി 3 പേരെ തൊടുപുഴ പോലീസ് പിടികൂടി. 3 പേരെ പിടികൂടിയത് 2 കേസുകളിലായി. പ്രതികൾ കുടുങ്ങിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൊടുപുഴയിൽ നടന്ന പരിശോധനയിൽ. തൊടുപുഴ മണക്കാട് തോട്ടിൽ മുണ്ടിയാടി പാലത്തിന് താഴെ മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടി കണ്ടെത്തി. സംഭവത്തിൽ തൊടുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി. കട്ടപ്പന നഗരസഭാ പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കല്യാണത്തണ്ടിൽ കൂടിയാലോചനയില്ലാതെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് സമരത്തിലേക്ക്. 25-ന് രാവിലെ 10 മുതൽ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വാർഡ് കൗൺസിലർ PM നിഷാമോളും നഗരസഭാ ഓഫീസ് പടിക്കൽ ഉപവാസ സമരം നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. കർഷകർക്ക് നിരാശ നൽകി ഏലക്ക വില താഴേക്ക്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 800 രൂപയോളമാണ് ഏലക്കായ്ക്ക് വില ഇടിഞ്ഞത്. വില വർദ്ധിക്കുമെന്ന് കരുതി ഏലക്ക സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നിരാശ നൽകുന്നുണ്ട്. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വില ഇടിക്കുന്നതാണെന്ന് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന ചൂടും ഏലക്ക ഉൽപാദനത്തിലും കൃഷിയിലും വ്യാപകമായ കുറവുണ്ടായിട്ടും ദിവസമെന്നോണം മാർക്കറ്റിൽ ഏലക്ക വില താഴുകയാണ്. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വില ഇടിക്കുന്നതാണെന്ന് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു. വിളവ് ഗണ്യമായി കുറഞ്ഞിട്ടും ലേലകേന്ദ്രങ്ങളിൽ ലേലത്തിനെത്തിക്കുന്ന ഏലക്കായ്ക്ക് കുറവ് വന്നിട്ടില്ല. ലേലകേന്ദ്രങ്ങളിൽ റീപോളിംഗ് നടത്തി ലഭ്യത ഉയർത്തിക്കാട്ടിയും ഗുണനിലവാരം കുറഞ്ഞ കായ പതിച്ചും വില ഇടിക്കുന്ന തന്ത്രമാണ് വൻകിട വ്യാപാരികളും ഓപ്ഷൻ കേന്ദ്രങ്ങളും ചേർന്ന് നടത്തുന്നതെന്നാണ് ആരോപണം. വിപണനവും ലേലവും നിയന്ത്രിക്കേണ്ട സ്പൈസസ് ബോർഡ് വിഷയത്തിൽ ഇടപെടാതെ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. കിലോയ്ക്ക് 3200 രൂപ വിലയുണ്ടായിരുന്ന ഏലക്കായ്ക്ക് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 800 രൂപയോളം കുറഞ്ഞ 2000 രൂപയ്ക്കടുത്താണ് ശരാശരി കച്ചവടം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഈ 60% ഏലം നശിച്ചു പോയിട്ടും ഈ വർഷം ഏതാണ്ട് 4000 മുതൽ 9000 രൂപ വരെ വില വരുമെന്നൊക്കെയാണ് ഈ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ 4000 വരെയും സീസണിന്റെ ആദ്യത്തിൽ സമയത്ത് വന്നെങ്കിലും പിന്നീട് താന്നു വന്ന് ഇപ്പോൾ ഓഫ് സീസണാണ്. ഇപ്പം കായെടുക്കാനുള്ള ഒരു തോട്ടത്തിലും കായെടുക്കാനില്ല. എല്ലാ മേഖലയിലും ഉണക്ക് നന്നായിട്ട് ബാധിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വില കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ ഇന്ന് വളരെ മോശമായ അവസ്ഥയിൽ 2400 രൂപ വരയ്ക്ക് താഴോട്ട് ഏലക്ക വില വന്നിരിക്കുകയാണ്. അടുത്ത വർഷവും ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഇവിടെ ഈ കാണുന്ന പോലെ ഇതിനകത്ത് ഇപ്പോൾ തന്നെ ചരമെല്ലാം വന്ന് ചരം പൂവിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് 24 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിന്നെങ്കിൽ മാത്രമേ ഏലക്ക നന്നായിട്ട് നല്ല ഗ്രോപ്പ് ഉണ്ടാകാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഇപ്പം നമ്മുടെ സമയത്ത് 29-30 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിൽക്കുക. അപ്പോൾ ഇത് ജൂൺ മാസം ആകുമ്പോഴത്തേക്കും ഇത് ചരമെല്ലാം മൂത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മഴ പെയ്തിട്ടും ഏലക്ക ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വർഷവും ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു 60% ഏലം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാവല കൂടേണ്ടതാണ്. പക്ഷേ കൃഷിക്കാരുടെ ഇരിക്കുന്ന കായ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം വ്യാപാരികൾ വലിയ വിലയ്ക്കും അതുപോലെ തന്നെ സീസണിൽ വലിയ രീതിയിൽ ഓപ്ഷനിൽ കൊണ്ടുപോയി തരം തിരിച്ച് വെക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്ഷനിൽ നമ്മളറിയുന്നതാണെങ്കിൽ ഓപ്ഷനിൽ ഏറ്റവും മോശം കായാണ് ഓപ്ഷനിൽ വരുന്നത്. നല്ല കായെല്ലാം എക്സ്പോർട്ട് ചെയ്ത് മറ്റു വഴികളിലൂടെ ഓൺലൈനിലൂടെ കയറുകയാണ്. വില വർദ്ധിക്കുമെന്ന് കരുതി ഏലക്ക സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നിരാശ നൽകുന്നുണ്ട്. വില വലിയ തോതിൽ ഉയർന്ന ശേഷം വിലയിടിയുമ്പോൾ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് ഏലക്കായ വിൽക്കാൻ നിർബന്ധിതരാകും. സാധാരണ കർഷകരുടെ സ്റ്റോക്ക് വൻകിടക്കാരുടെ പക്കൽ എത്തിക്കഴിയുമ്പോൾ വില വീണ്ടും ഉയർത്തി വൻകിടക്കാർ വൻ ലാഭം ഉണ്ടാക്കുന്ന രീതിയാണ് കാലങ്ങളായി നടന്നുവരുന്നത്. ഇതിൽ സ്പൈസസ് ബോർഡിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. നിരോധിത ലഹരി വസ്തുക്കളായ MDMA-യും കഞ്ചാവും കണ്ടെടുത്ത കേസുകളിലായി 3 പേരെ തൊടുപുഴ പോലീസ് പിടികൂടി. 2 കേസുകളിലായാണ് 3 പേരെ പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൊടുപുഴയിൽ നടന്ന പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടന്നത്. 0.67 ഗ്രാം MDMA-യുമായി ഇടവെട്ടി തൊട്ടിപ്പറമ്പിൽ അമീനാണ് ആദ്യം പോലീസിന്റെ പിടിയിലായത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഞ്ചാവുമായാണ് തൊടുപുഴ മൂലയിൽ റോബിൻ മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് റോബിന് കഞ്ചാവ് നൽകിയ ഒടിയൻ എന്നറിയപ്പെടുന്ന മാർട്ടിനെയും പോലീസ് പിടികൂടി. മാർട്ടിൻ ഇതിനു മുമ്പും നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ്.
മാർട്ടിനെ മുമ്പ് കാപ്പ പ്രകാരം ജയിലിൽ അടച്ചിരുന്നു. പുറത്തിറങ്ങി 2 മാസമാകും മുൻപെയാണ് വീണ്ടും പോലീസ് പിടികൂടിയത്. തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ NS റോയി, SI-മാരായ സുശീലൻ, വിജേഷ്, അജി, CPO-മാരായ മുജീബ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തൊടുപുഴ മണക്കാട് തോട്ടിൽ മുണ്ടിയാടി പാലത്തിന് താഴെ മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടി കണ്ടെത്തി. സംഭവത്തിൽ തൊടുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി. കാക്ക കുത്തിവലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കുളിക്കാനെത്തിയവർ നടത്തിയ പരിശോധനയിലാണ് തലയോട്ടിയാണെന്ന് വ്യക്തമായത്. തുടർന്ന് വിവരമറിയിച്ചതനുസരിച്ച് തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയതായി നാട്ടുകാർ പറഞ്ഞു. അങ്ങോട്ട് നോക്കി ആ പാറപ്പുറത്തേക്ക് നോക്കി 2 കാക്കകൾ അവിടെ വന്നിരിക്കുമായിരുന്നു. 2 കാക്കകൾ എന്തോ കൊത്തണ കണ്ടിട്ട് നോക്കി അവിടെ ചെന്ന് ഞാൻ ആ തോട്ടിൽ കൂടെ ഇറങ്ങി ആ പാറപ്പുറത്ത് നിന്ന് നോക്കിയപ്പോഴാണ് ഒരു തലയോട്ടിയാണെന്ന് മനസ്സിലായത്. അത് മനുഷ്യൻ്റെ ആണോ ഈ പറഞ്ഞ പോലെ കുരങ്ങിൻ്റെ ആണോ അറിയാൻ പാടില്ല. ഈ രണ്ടിനോട് സാദൃശ്യമായിട്ടുള്ളൊരു തലയോട്ടിയാണ് നമ്മളവിടെ കണ്ടേക്കണം. വേറെ പട്ടിയുടെ പൂച്ചയുടെ ഒന്നുമല്ല. അപ്പോൾ അതിങ്ങനെ വന്നു, അതെടുത്ത് നോക്കി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ സാറുമാർ ഓടിപ്പാഞ്ഞ് വന്നു. പ്രാഥമിക നടപടികൾക്ക് ശേഷം ശാസ്ത്രീയ പരിശോധനകൾക്കായി തലയോട്ടിയും സമീപത്തു നിന്ന് കിട്ടിയ മറ്റ് അസ്ഥിയുടെ ഭാഗങ്ങളും പോലീസ് ശേഖരിച്ചു. സംഭവത്തിൽ തൊടുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി. കട്ടപ്പന നഗരസഭാ പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കല്യാണത്തണ്ടിൽ കൂടിയാലോചനയില്ലാതെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് സമരത്തിലേക്ക്. 25 രാവിലെ 10 മുതൽ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വാർഡ് കൗൺസിലർ PM നിഷാമോളും നഗരസഭാ ഓഫീസ് പടിക്കൽ ഉപവാസ സമരം നടത്തും. കട്ടപ്പന നഗരസഭ 31, 32 വാർഡുകളുടെ അതിർത്തി പ്രദേശമായ കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 60 സെന്റ് സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനാണ് നഗരസഭ ഭരണസമിതി ഏകപക്ഷീയമായി തീരുമാനമെടുത്തത്. ഇക്കാര്യം വാർഡ് കൗൺസിലറെ അറിയിച്ചിരുന്നില്ല. പ്ലാന്റ് സ്ഥാപിച്ചാൽ കല്യാണത്തണ്ടിലെ ടൂറിസത്തിന് ഇത് തിരിച്ചടിയാകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഷാജി കൂത്തോടിയിൽ പറഞ്ഞു. വേറൊരു സ്ഥലവും കട്ടപ്പന നഗരസഭയ്ക്ക് റവന്യൂ വകുപ്പ് കൊടുത്തിട്ടില്ലെന്നും ഇങ്ങനെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി റവന്യൂ വകുപ്പിന്റെ കൈവശം വെച്ചുകൊണ്ട് തന്നെ കട്ടപ്പന നഗരസഭയ്ക്ക് 60 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളെ പെട്ടെന്ന് നഗരസഭയിൽ അന്വേഷിച്ചു, ആരും ഒന്നും പറഞ്ഞില്ല. കൗൺസിലർമാർ പോലും പറഞ്ഞിട്ടില്ല. ആ വാർഡിൽ 4 കൗൺസിലർമാരുണ്ട്. 27 വാർഡിലെ കൗൺസിലർ, 31 വാർഡിലെ കൗൺസിലർ, 32 വാർഡിലെ കൗൺസിലർ, 33 വാർഡിലെ കൗൺസിലർ. ഈ 4 കൗൺസിലർമാരും ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല. ആരോടും ആലോചിക്കാതെ ആ പ്രദേശത്തെ അത് ശുദ്ധജല സ്രോതസ് താഴോട്ട് ഒഴുകുന്ന, നമുക്കറിയാം, അവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. അവിടുന്ന് താഴോട്ട് ഒഴുകി വരുന്ന അരുവിയാണ് കട്ടപ്പനയാറ്റി വന്ന് ചേരുന്നത്. ആ പ്രദേശത്തുള്ള 100 കണക്കിന് വീട്ടിലെ ആളുകൾ നിത്യ ഉപയോഗമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം അതാണ്. അതുപോലും ഇല്ലാതാക്കുന്ന ഒരു നടപടിയിലേക്കാണ് നഗരസഭ പോകുന്നത്. ഇതിന് പിന്മാറിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരും കാലങ്ങളിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകും. നിരവധി സഞ്ചാരികളാണ് ഇവിടെ ദിവസവും എത്തുന്നത്. കൂടാതെ മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാക്കപ്പെടും. പ്ലാന്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം നഗരസഭ ഉപേക്ഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അവിടെ മാലിന്യങ്ങൾ ഡംപ് ചെയ്യുക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അവിടെ മലനിര എന്ന് പറയുന്നത് മലമുകളാണ്. അവിടെ നിന്നൊക്കെ മാലിന്യങ്ങൾ ഇപ്പോൾ പുളിയമലയിലുള്ള നമ്മുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവിടെ അവിടുത്തെ പ്രദേശവാസികളെല്ലാം സമരരംഗത്താണ്. ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഉള്ളതുപോലും നല്ലപോലെ കൊണ്ടുനടക്കാൻ പറ്റാത്ത നാട്ടിൽ കൂടെ മാലിന്യം സംസ്കരിച്ച് കൂട്ടിയിട്ട് തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകുക എന്ന് പറയുന്നത് ജനങ്ങളോട് അവിടുത്തെ താമസിക്കുന്ന ജനങ്ങളോടും ഒക്കെ ചെയ്യുന്ന വളരെ മോശമായ ഒരു വെല്ലുവിളിയാണ്. വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, കളക്ടർ, ജോയിന്റ് ഡയറക്ടർ, വില്ലേജ് ഓഫീസർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകും. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ഷാജി കൂത്തോടിയിൽ, നേതാക്കളായ ബിന്നി കല്ലുപുരയിടം, ബിനോയ് മണിമല, ബിനീഷ് ചാണ്ടി, സാബു പുത്തൻവീട്ടിൽ, PM നിഷാമോൾ എന്നിവർ പങ്കെടുത്തു. രാജകുമാരി ഇടമറ്റത്ത് മരം വീണ് ടിമ്പർ തൊഴിലാളി മരിച്ചു. ചെല്ലാർകോവിൽ സ്വദേശിയായ പുളിക്കൽ സുബീഷ് ആന്റണിയാണ് മരിച്ചത്. മരം മുറിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ദേഹത്ത് വീണാണ് അപകടമുണ്ടായത്. രാജകുമാരി ഇടമറ്റത്ത് പുരയിടത്തിൽ മുകൾ ഭാഗം ഒടിഞ്ഞുപോയ കരുണമരം മുറിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഏലത്തിനിടയിലൂടെ നടന്നുവരികയായിരുന്ന സുബീഷിന്റെ ദേഹത്തേക്ക് മരം വീഴുകയായിരുന്നു. തലയുടെ ഇടതുവശത്തിന് ഗുരുതര പരിക്കേറ്റ സുബീഷിനെ കൂടെയുണ്ടായിരുന്ന സഹോദരനും മറ്റു തൊഴിലാളികളും ചേർന്ന് രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് പൊതുപ്രവർത്തകർ പറഞ്ഞു. ഇവിടെ തൊഴിലാളികൾ പണിയാൻ പോകുന്നതിനിടയ്ക്ക് അണക്കരയിൽ നിന്ന് തൊഴിലാളികൾ പണിയുന്നുണ്ടായിരുന്നു. ആ മുരുകിയ ഷായിച്ചേട്ടന് പണിതുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പം ഞെരിപ്പാലത്ത് അവിടെ ഒരു പറമ്പിൽ പണിയുമായി ബന്ധപ്പെട്ട് അവർ 4 പേരാണ് പണിതുകൊണ്ടിരുന്നത്. 4 പേരിൽ ഒരാൾ താഴെങ്ങാണ്ട് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറി വന്നപ്പോൾ ഇവർ തിരിച്ചു കയറി വരുന്ന ആളെ കണ്ടില്ല. അപ്പോൾ മരം വലിച്ച് താഴോട്ട് വീഴിക്കാൻ വേണ്ടി വീഴിച്ചപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 2 വർഷമായി മാങ്ങാത്തൊട്ടിയിൽ താമസിച്ച ടിമ്പർ ജോലി ചെയ്തു വരികയായിരുന്നു സുബീഷ്.
മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. കോൺഗ്രസിൽ നിന്നുള്ള അംഗം മാർഷ് പീറ്ററിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 11 വോട്ടും LDFന് 8 വോട്ടും ലഭിച്ചു. 21 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 11, LDF 8 എന്നിങ്ങനെയാണ് കക്ഷി നില. കഴിഞ്ഞ 25-നാണ് LDFിൽ നിന്ന് കൂറുമാറി കോൺഗ്രസിലെത്തി മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ V. ബാലചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയത്. ഇതേ തുടർന്നാണ് പഞ്ചായത്തിൽ വീണ്ടും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള അംഗം മാർഷ് പീറ്ററിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്നുള്ള അംഗമാണ് മാർഷ് പീറ്റർ. മുമ്പ് 2021-ൽ 1 വർഷം മാർഷ് പീറ്റർ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 11 വോട്ടും LDFന് 8 വോട്ടും ലഭിച്ചു. T. ഗണേശനായിരുന്നു LDFിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. നിലവിൽ കോൺഗ്രസാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. 21 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 11, LDF 8 എന്നിങ്ങനെയാണ് അംഗബലം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ 4 പേരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. കോൺഗ്രസിൽ നിന്നും LDFിനൊപ്പം ചേർന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന R. പ്രവീണ, M. രാജേന്ദ്രൻ, CPIയിൽ നിന്നും കോൺഗ്രസിലെത്തിയ തങ്കമുടി, CPMൽ നിന്നും കോൺഗ്രസിലെത്തിയ വൈസ് പ്രസിഡന്റായ ബാലചന്ദ്രൻ എന്നിവരാണ് അയോഗ്യരായത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ വരണാധികാരിയായിരുന്നു. പരുന്തുംപാറ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ മാത്രമായി ഒതുങ്ങരുതെന്ന് DCC മുൻ പ്രസിഡന്റ് റോയ് കെ പൗലോസ്. പരുന്തുംപാറയിലെ അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റ ഭൂമികളും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും റോയ് കെ പൗലോസ് ആവശ്യപ്പെട്ടു. പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾ വലിയ വിവാദമായതോടെയാണ് റോയ് കെ പൗലോസും പ്രവർത്തകരും മേഖലയിൽ സന്ദർശനം നടത്തിയത്. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിൽ മാത്രമായി ഒതുങ്ങരുതെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. പരുന്തുംപാറയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ടൂറിസത്തിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റ്സും അതിൻ്റെ പ്രയോജനങ്ങൾ അത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ രീതിയിലും ടാക്സി ഓടിക്കുന്നവരുണ്ട്, മറ്റ് ചെറിയ തട്ടുകടകൾ നടത്തുന്നവരുണ്ട്, അവർക്കെല്ലാം അതിൻ്റെ പ്രയോജനം ലഭിക്കണം. പക്ഷെ അതിൻ്റെ മറവിൽ ഈ ടൂറിസം ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ്. ഇവിടെ അതിൻ്റെ മറവിൽ സർക്കാരിൻ്റെ ഭൂമി കയ്യേറാൻ ആര് ശ്രമിച്ചാലും അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയത്തില്ല. സർക്കാർ ഭൂമി സർക്കാരിൻ്റേതാണ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ പിൻബലത്തിലായാലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിൻബലത്തിലായാലും അത് കയറുന്നത് അനുവദിക്കാൻ കഴിയത്തില്ല. ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ഈ രണ്ട് നേതൃത്വത്തിൻ്റെയും, പ്രത്യേകിച്ച് ഇവിടെ കഴിഞ്ഞ 20 വർഷമായി CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന MLA ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പീരുമേട് താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 8-10 വർഷത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ താലൂക്ക് ഓഫീസിലെയും സർവേ ഓഫീസിലെയും വില്ലേജ് ഓഫീസുകളിലുമൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് CPIയുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടനയുടെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ എല്ലാം ഇരുന്നിട്ടുള്ളത്. കാരണം അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഒത്താശയില്ലാതെ, അവരുടെ ഒരു പിന്തുണയില്ലാതെ നടക്കത്തില്ല. അതുകൊണ്ട് വളരെ വളരെ അടിയന്തരമായി തന്നെ ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം. അത് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് വരുമ്പോൾ പാവപ്പെട്ട ആളുകൾ, പണം മുടക്കുന്ന ആളുകൾ മാത്രം ഉപദ്രവിച്ചാൽ പോരാ. അങ്ങനെ ഉപദ്രവിച്ചാൽ പോരാ. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ജോലിയിൽ നിന്ന് സർവീസിലുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടണം. ഒരു വിട്ടുവീഴ്ച അതിൻ്റെ അടുത്ത് കാണിക്കാൻ പാടില്ല. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതോടൊപ്പം കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും റോയ് കെ പൗലോസ് ആവശ്യപ്പെട്ടു. KPCC അംഗം ഷാഹുൽ ഹമീദ്, തോമസ് രാജൻ, ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് കൂറുമ്പുറം, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ് തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ദാരിദ്ര്യ ലഘൂകരണം, മാലിന്യ പരിപാലനം എന്നീ മേഖലകൾക്കും പ്രാധാന്യം നൽകിയാണ് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു തന്റെ 10ാമത് ബജറ്റ് അവതരിപ്പിച്ചത്. 35,12,31,685 രൂപ വരവും 32,99,14,713 രൂപ ചിലവും 2,13,16,972 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയുടെ ആമുഖ പ്രസംഗത്തോടെ വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അവതരിപ്പിച്ചത്. കൃഷിയും അനുബന്ധ മേഖലകൾക്കുമായി ബജറ്റിൽ 4,50,8,916 രൂപ വകയിരുത്തി. കൂടാതെ ഭവന പുനരുദ്ധാരണത്തിനു വേണ്ടിയും ജനറൽ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്കുമായി 5,18,47,470 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളിലും ജനപങ്കാളിത്തത്തിനും ജനകീയ കാഴ്ചപ്പാടിനുമൊപ്പം കാര്യക്ഷമതയ്ക്കും ഗുണനിലവാരത്തിനും ഊന്നൽ നൽകി
പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനമാണ് 25-26 വാർഷിക ബജറ്റ് ലക്ഷ്യമിടുന്നത്. ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയോജനങ്ങൾ, ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയ വിഭാഗങ്ങൾക്കായി 17,34,820 രൂപ വീതം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥൻ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എഴുകുമ്പേൽ കുരിശുമല കയറുന്നതിനും ഈശോയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപം ദർശിക്കുന്നതിനും ആയിരങ്ങൾ കുരിശുമലയിലെത്തി. നോമ്പിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നേരം പുലരുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികൾ കുരിശുമലയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. തീർത്ഥാടകരുടെ തിരക്ക് വൈകിയും തുടർന്നു. രാവിലെ 9:30 മലയടിവാരത്തു നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ചപ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ പീഡാനുഭവ യാത്രയിൽ പങ്കെടുത്തു. സമീപ രൂപതകളിൽ നിന്നും വിവിധ ഇടവകകളിൽ നിന്നും വിശ്വാസികൾ കുരിശുമല കയറുന്നതിനായി എത്തിയിരുന്നു. കുരിശുമലയിൽ എത്തിയ മുഴുവൻ തീർത്ഥാടകർക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും വിശുദ്ധ നാടുകളിലെ തിരുക്കല്ലറിയുടെ രൂപത്തിൽ കുരിശുമലയിൽ നിർമ്മിച്ചിരിക്കുന്ന തിരുക്കല്ലറിയും കേരളത്തിൽ ആദ്യമായി തന്നെ നിർമ്മിച്ച മിസേറിയ രൂപവും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. കുരിശുമലയിലെത്തിയ മുഴുവൻ വിശ്വാസികൾക്കും നേർച്ചക്കഞ്ഞിയും സജ്ജമാക്കി. തീർത്ഥാടകരുടെ ആവശ്യം കണക്കിലെടുത്ത് രാത്രികാലങ്ങളിലും കുരിശുമല കയറുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജീൻ കണിയൊടിക്കൽ, ഫാദർ ജോൺ ചേനംചിറ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഏപ്രിൽ 11-ാം തീയതി 40-ാം വെള്ളിയാഴ്ച ഇടുക്കി രൂപതാതല കുരിശുമല തീർത്ഥാടനത്തിന് രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകും. പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പൂട്ടാൻ കർശന നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. മൂന്നാർ ടൗണിൽ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിച്ചയാളിൽ നിന്നും 50,000 രൂപ പിഴ ഈടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വൻ വിജയമായിരുന്നു. 55 ടണ്ണോളം മാലിന്യമാണ് പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനത്തിലൂടെ ശേഖരിച്ചത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. പഞ്ചായത്തിന് പുറമെ വിവിധ വകുപ്പുകളും സേനാ വിഭാഗങ്ങളും പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും വ്യാപാരികളും മെഗാ ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പൂട്ടാൻ കർശന നടപടികളുമായി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത്. മൂന്നാർ ടൗണിൽ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിച്ചയാളിൽ നിന്നും 50,000 രൂപ പഞ്ചായത്ത് പിഴ ഈടാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. 12 ദിവസം നമ്മൾ അതിന്റെ മെഗാ ക്ലീനപ്പ് നടത്തുകയും 11 ദിവസം നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനൗൺസ്മെന്റ് ഉൾപ്പെടെയാണ് നമ്മൾ ക്ലീനിങ് പരിപാടികൾ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് 55 ടണ്ണിലേറെ മാലിന്യമാണ് നമുക്ക് കിട്ടിയത്. അതിൽ 40 ടണ്ണും പ്ലാസ്റ്റിക് മാലിന്യമാണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചത്. ക്ലീനപ്പ് ഡ്രൈവ് ഒരിക്കലും അവസാനിച്ചിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മുതിരപ്പുഴയുടെയും അതുപോലെയുള്ള പരിസരങ്ങളിലും ആഴത്തിൽ ഇറങ്ങി മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടെത്തി കാട് വെട്ടിത്തെളിച്ച് അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതൊരു ലോങ് പ്രോസസ്സായിട്ട് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതിനിടയിൽ നമ്മൾ ക്ലീനപ്പ് ചെയ്ത പല സ്ഥലങ്ങളിലും അലക്ഷ്യമായ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും നമ്മുടെ ക്യാമറയിൽ തന്നെ അത് പതിയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പഞ്ചായത്തിന്റെ തൊട്ട് താഴെയുള്ള ആ തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ പോസ്റ്റ് ഓഫീസ് ക്വാർട്ടേഴ്സിൽ നിന്നും മാലിന്യം വലിച്ചെറിഞ്ഞ ഒരു വനിതയെ കണ്ടെത്തുകയുണ്ടായി. അവർക്ക് നമ്മൾ 50,000 രൂപ പിഴ ചുമത്തുകയും നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പഞ്ചായത്തിന് ക്യാമറ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി ശ്രദ്ധിക്കണം. പുഴയോരങ്ങൾ, പാതയോരങ്ങൾ, പൊതു ഇടങ്ങൾ തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ നിന്നും പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാലിന്യം നീക്കം ചെയ്തിരുന്നു. 55 ടണ്ണോളം മാലിന്യമാണ് ഇത്തരത്തിൽ ശേഖരിക്കപ്പെട്ടത്. ഇതിൽ 40 ടണ്ണോളം മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യമായിരുന്നു. ശുചീകരണം നടന്നതിന് പിന്നാലെ പാതയോരങ്ങളിലടക്കം വീണ്ടും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത തുടരുന്നുണ്ട്. നിരീക്ഷണ ക്യാമറകളടക്കം സ്ഥാപിച്ച് ഇത്തരക്കാരെ കർശനമായി പൂട്ടാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഉപ്പുതല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ തലത്തിൽ സംസ്ഥാനത്തുടനീളം ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി ഉപ്പുതല ഗ്രാമപഞ്ചായത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പരിപാടികൾക്കാണ് തുടക്കമായത്. പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും ഹരിതകർമ്മ സേന അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ആശാവർക്കർമാർ, അംഗനവാടി വർക്കേഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പരിപാടി നടത്തുന്നത്. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി 9 ഏക്കർ മറ്റപ്പള്ളി ഭാഗങ്ങളിൽ പഞ്ചായത്ത് അംഗം ജെയിംസ് നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ലീനിംഗ്
പ്രോഗ്രാമുകൾ നടത്തപ്പെടുകയാണ്. ഈ ക്ലീനിങ് പ്രോഗ്രാമിലേക്ക് ഹരിതകർമ്മസേന പ്രവർത്തകർ, അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ തല ജീവനക്കാരും, അതുപോലെ ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾ, അവരുടെ നേതൃത്വത്തിലാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ഇന്നും നാളെയുമായിട്ട് നടത്തപ്പെടുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉപ്പുതറ ടൗണും പരിസരവും ശുചീകരിക്കും. മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശം ഉയർത്തിയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശുചീകരണ യജ്ഞത്തിന് ഉപ്പുതറ പഞ്ചായത്തിൽ തുടക്കമായത്. നവീകരണ ജോലികൾക്കായി അടച്ചിട്ടിരുന്ന കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു നൽകി. കഴിഞ്ഞ ഫെബ്രുവരി 25-ന് അടച്ച സ്റ്റാൻഡാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ടൗണിലെ തകർന്നു കിടന്നിരുന്ന റോഡുകൾക്കൊപ്പം പഴയ ബസ് സ്റ്റാൻഡിലെ റോഡും നവീകരിക്കുന്നതിനായി നഗരസഭയിൽ നിന്ന് 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പഴയ സ്റ്റാൻഡിന്റെ തകർന്ന ഭാഗങ്ങളെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തി. അതേസമയം സ്റ്റാൻഡ് നവീകരിച്ചപ്പോൾ ചെറിയ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളെ അവഗണിച്ചതായി ആക്ഷേപമുണ്ടായിരുന്നു. ഇത്തരം സ്ഥലങ്ങൾ വേഗത്തിൽ പൊളിയാൻ സാധ്യതയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ പ്രതിഷേധം ഉയർന്നതോടെ ഇത്തരം ഭാഗങ്ങളിലെ അറ്റകുറ്റപ്പണികൾ കൂടെ പൂർത്തിയാക്കിയാണ് സ്റ്റാൻഡ് തുറന്നു നൽകിയിരിക്കുന്നത്. സ്റ്റാൻഡ് അടച്ചിരുന്നത് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഉപ്പുതറ കരിന്തരുവി അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിക്ക് സമീപം നാൽക്കാലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഒരാഴ്ചയിലധികമായ പശുവിന്റെ ജഡം മാറ്റുന്നതിന് അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട്. അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയിലേക്ക് ജലം ഒഴുകി എത്തുന്ന ചെക്ക് ഡാമിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെ കടപ്ലാക്കൽ ഫാക്ടറിപ്പടി ഭാഗത്തായിട്ടാണ് തോട്ടിൽ നാൽക്കാലിയുടെ ജഡം കണ്ടെത്തിയത്. ഒരാഴ്ചയിലധികമായി കിടക്കുന്ന പശുവിന്റെ ജഡം അഴുകിയ നിലയിലാണ്. അമ്പലപ്പാറ മേഖലയിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് ഈ തോട്ടിൽ നിന്നുമാണ്. കൂടാതെ ഈ വെള്ളം ഒഴുകി ചെക്ക് ഡാമിലേക്ക് എത്തുകയും ഇവിടെയുള്ള ജനങ്ങൾ പലവിധ ആവശ്യങ്ങൾക്കുമായി ജലം ഉപയോഗിക്കുന്നുമുണ്ട്. അതിനാൽ അടിയന്തരമായി നാൽക്കാലിയുടെ ജഡം നീക്കം ചെയ്യാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഈ കാണുന്ന ആ കിടക്കുന്നതാണ് അമ്പലപ്പാറ കുടിവെള്ള പദ്ധതിയുടെ മേൽഭാഗമായിട്ട് വരുന്ന ആറ്റിലുള്ള ഒരു പശു ചത്ത് ഒരു 5-6 ദിവസമായി. ഇതുവരെയായിട്ടും അധികൃതർ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അത് ചീഞ്ഞിളകി കിടക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു 100 വീട്ടുകാരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ്. അപ്പോൾ അധികൃതർ ഇത് ഇത്ര നാളായിട്ട് നടപടി എടുക്കാത്ത കാരണം കൊണ്ട് BMS അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. നാൽക്കാലിയുടെ ജഡം ഇവിടെ കിടക്കുന്നത് സാംക്രമിക രോഗങ്ങൾ പടരുന്നതിന് കാരണമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇടുക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിനായി സേഫ് ഫുഡ് ഷെയർ ഫുഡ് എന്ന വിഷയത്തിൽ കട്ടപ്പനയിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ സോണിയ JB ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ആർഭാടപുര നിവാസികളെ, പൊന്നുതമ്പുരാൻ നൽകുന്ന കൽപ്പന, ഇന്നു മുതൽ ഈ ആർഭാടപുരത്ത് ഒരു തരത്തിലുമുള്ള ആർഭാടങ്ങൾ അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ നാട്ടിൽ ഒരു കൊടിയ ക്ഷാമം വരുന്നു. നാം ഓരോ ദേശവാസികൾക്കും നാൽക്കാലികൾക്കും അന്നവും വെള്ളവും കിട്ടാത്ത ക്ഷാമകാലം വരുന്നുവെന്ന് കൊട്ടാരം ശാസ്ത്രജ്ഞന്മാർ അറിയിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് സേവ് ഫുഡ് ഷെയർ ഫുഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭക്ഷണം അധികം ഉൽപ്പാദിപ്പിക്കുകയും പാഴാക്കാൻ സാധ്യതയുള്ള മേഖല കണ്ടെത്തി അത്തരം ഭക്ഷണം പാഴാക്കാതെ ആവശ്യമുള്ളവർക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിനായി സന്നദ്ധ സംഘടനകളുടെയും പൊതുപ്രവർത്തകരുടെയും സാമൂഹിക സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇടുക്കി ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു P. ജോസഫ് സേവ് ഫുഡ് ഷെയർ ഫുഡ് എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചു. ഇത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ആ അന്നേരം തന്നെ ബാക്കി അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക്, അതിന് ഫുഡ് വേണ്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീട്ടിൽ മിച്ചം വരുന്ന ഭക്ഷണമല്ല കൊടുക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മെസ്സേജ് എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തിയത്. കുട്ടിക്കാനം മരിയൻ കോളേജ് വിദ്യാർത്ഥികളാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. ഇക്കാലത്ത് എവിടെയാ പട്ടിണി, എവിടെയാണ് പട്ടിണി മരണം? കാണും അങ്ങ് കാപ്പിരികളുടെ നാട്ടിൽ. ഇതേ ആർഭാടപുരമാണ്. എടുക്കും തോറും സമൃദ്ധമാകുന്ന ആർഭാടപുരം.
ഇടുക്കി ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്നേഹ വിജയൻ, കട്ടപ്പന താലൂക്ക് ആശുപത്രി HI ദിലീപ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചപ്പാത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിയും സെമിനാറും പൊതുസമ്മേളനവും ശനിയാഴ്ച വൈകിട്ട് നടക്കും. സ്നേഹമാണ് ലഹരി, നാടിന്റെ നന്മയ്ക്കായി ഒന്നിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സമിതി ചെയർമാൻ ഫാദർ സുരേഷ് ആന്റണി പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവജനങ്ങളും പഠിക്കുന്ന കുട്ടികളടക്കം ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയാണ് നാം കാണുക. ഇതിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുവാൻ, സംരക്ഷിക്കുവാൻ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അവരെ ബോധവൽക്കരണത്തിലേക്ക് നയിക്കുക, ഒപ്പം തന്നെ അവിടെ മാതാപിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാടിനെ ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹമാണ് ലഹരി, നാടിനെ നന്മയ്ക്കാൻ നമുക്ക് ഒന്നിക്കാമെന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി ചപ്പാത്ത് ജനകീയ സമിതി 2025 മാർച്ച് 22 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് ഒരു മഹാറാലിയും അതോടൊപ്പം തന്നെ ഒരു സമ്മേളനവും ബോധവൽക്കരണ ക്ലാസും നടത്തുന്നുണ്ട്. അയ്യപ്പൻകോവിൽ പരപ്പ് ചാവറഗിരി CMI സ്പെഷ്യൽ സ്കൂളിന്റെ 12ാമത് വാർഷികവും രക്ഷകർതൃ സമ്മേളനവും നടന്നു. സിനി ആർട്ടിസ്റ്റ് ദേവനന്ദ രതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇലുമിന 2K25 എന്ന പേരിൽ ചാവറ പരപ്പ് CMI സ്പെഷ്യൽ സ്കൂളിന്റെ 12ാമത് വാർഷികാഘോഷമാണ് നടന്നത്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. അഭിനേത്രി ദേവനന്ദ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ സ്കൂൾ ആരാണ് നിർമ്മിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പുണ്യപ്രവർത്തി ചെയ്ത ആകെ ഹൃദയം തന്നെ നന്ദി അറിയിക്കുകയാണ്. ശരിക്കും ഇവിടെ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളോടൊപ്പം ഇങ്ങനെയൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിന് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി അറിയിക്കുന്നു. യുവഗായകൻ അരുൺ അനിരുദ്ധിനെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. ഫാദർ സന്തോഷ് മാത്തൻകുന്നേൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ പ്രിൻസ് ജോയി, അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് K ജേക്കബ്, അയ്യപ്പൻകോവിൽ വൈസ് പ്രസിഡന്റ് മനു K ജോൺ, വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ലിജോ K ജോസഫ്, ഫാദർ മാർട്ടിൻ മള്ളാത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചാവറഗിരി ആർട്ടിസ്റ്റുകളുടെ കലാസന്ധ്യയും നടന്നു. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടി ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയുടെ 48 ദിവസം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി മണ്ഡലപൂജ നടന്നു. ക്ഷേത്രം തന്ത്രി ആത്മാനന്ദയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ നടന്നത്. ചെമ്പകത്തൊഴുകുടി മുതുവാൻ ഗോത്ര സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച പ്രതിഷ്ഠാകർമ്മം നടന്ന ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിലെ 48 ദിവസം നീണ്ടുനിന്ന തുടർച്ചയായ പൂജാകർമ്മങ്ങൾക്കാണ് സമാപനമായത്. പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി നടന്നു വന്നിരുന്ന പൂജയുടെ ഭാഗമായിട്ടാണ് മണ്ഡലപൂജ നടന്നത്. നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും കാർഷിക സമൃദ്ധിക്കും വേണ്ടിയാണ് മണ്ഡലപൂജ നടത്തിയത്. പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് 48 ദിവസത്തെ ദേവനും ദേവിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് സമർപ്പണമാണ്. അതായത് നിവേദ്യ സമർപ്പണമാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്താണ് അതിൻ്റെ സമാപനം. 48 ദിവസത്തെ ഒരു മണ്ഡലകാലത്തിൻ്റെ ഒരു സമാപനമാണ് ഇവിടെ കുറിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മുടെ അദ്ദേഹം മലമാസാണി അമ്മൻ കോവിൽ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുമായ ശ്രീ ആത്മാനന്ദയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഈ പൂജ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ 11 മണിയോടെ അന്നദാനവും എല്ലാം നടന്നുകൊണ്ട് വൈകിട്ട് ഒരു 10 മണിയോടെ നമുക്ക് ക്ഷേത്രനടയിൽ ചാർത്തും. തുടർന്നുള്ള നാളുകളിൽ നമുക്ക് നല്ല ഇതും ഉണ്ടാവും. ഓരോ ദിവസങ്ങളും ഓരോ പൂജകളും നമുക്ക് നടത്തി കൊടുക്കാനുള്ള ഇതുണ്ട്. ക്ഷേത്രം തന്ത്രി ആത്മാനന്ദയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം പൂജാരി ചന്ദ്രൻ, പരമശിവം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മണ്ഡലപൂജയുടെ ഭാഗമായി ഗണപതി ഹോമം, യാഗം, ആറാട്ട്, അഭിഷേകം, അന്നദാനം തുടങ്ങിയവയും നടന്നു. ചെമ്പകത്തൊഴുകുടി കാണി A ചെല്ലം, K മഹാരാജൻ, P ലക്ഷ്മണൻ, K ചോക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ തവരിയാർ സ്വദേശിനി ജെയിനിക്കും കുടുംബത്തിനും ഉപജീവന മാർഗമായി ഒരുക്കി നൽകിയ ജെറാൾഡ് ഗാർഡൻസ് ആൻഡ് ഫിഷ് ഫാമിന്റെ ഉദ്ഘാടനം നടന്നു. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഫാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് 20 ഏക്കർ തോവരയാർ സ്വദേശിനി ജെയിനിക്കും കുടുംബത്തിനും ഉപജീവന മാർഗമായി പുതിയൊരു സംരംഭം തുടങ്ങിയത്. ജെറാൾഡ് ഗാർഡൻസ് ആൻഡ് ഫിഷ് ഫാം എന്നാണ് സ്ഥാപനത്തിന് പേര് നൽകിയിരിക്കുന്നത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഫിഷ് ഫാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരുന്ന സംരംഭം കൊണ്ട് തകരുകയും എന്നാൽ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കാനായിട്ടുള്ള മുതൽ മുടക്കി മുമ്പോട്ട് കടക്കാനായിട്ടുള്ള
സാഹചര്യക്കുറവിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ കാലങ്ങളായി ഒരു വിഷമഘട്ടത്തിലൂടെ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് പുതിയതായി ഈ സംരംഭം തുടങ്ങുന്നത്. തീർച്ചയായും ഈ ഒരു സംരംഭം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഒരു പുനർജന്മത്തിന് തന്നെ കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം വളരെ വളരെ വിജയകരമായ നിലയിൽ ബിസിനസ്സുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പെട്ടെന്നുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തെ തന്നെ അങ്ങോട്ട് മാറ്റുകയാണ്. ചെറു വ്യാപാരങ്ങൾ നടത്തി വന്നിരുന്ന ഈ കുടുംബത്തിന് കൊറോണ കാലമാണ് ദുരിതം സമ്മാനിച്ചത്. പിന്നീട് കഠിന പരിശ്രമത്തിന്റെ ഫലമായാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാൻ ഇവർക്ക് സഹായകരമായത്. കട്ടപ്പന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗാർഡന്റെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. നമുക്ക് നമ്മളാലാകുന്ന സഹായം ചെയ്തെങ്കിൽ മാത്രമേ ഒരു പ്രസ്ഥാനം നമുക്ക് ഈ 20 ഏക്കറിൽ ഇത് വളർത്തിക്കൊണ്ടു പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കട്ടപ്പന അർബൻ ബാങ്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ എന്നിവർ സംസാരിച്ചു. പ്രദേശവാസികളടക്കം നിരവധി ആളുകളാണ് ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ പദ്ധതി താളം തെറ്റിയതായി ആക്ഷേപം. ശുദ്ധജലം വിതരണം ചെയ്യാൻ വേണ്ടത്ര ജലശുദ്ധീകരണശാലകളോ ടാങ്കികളോ നിർമ്മിക്കാതെയാണ് പദ്ധതിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നതെന്നാണ് ആരോപണമുയരുന്നത്. 25 വർഷം മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ കോടികൾ മുടക്കി വണ്ടൻമേട് കുരിശുമലയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പദ്ധതി എങ്ങും എത്താതെ പോയതിനു പിന്നാലെയാണ് ഇപ്പോൾ ജൽജീവൻ പദ്ധതിയുടെ പ്രവർത്തനവും ആരംഭിച്ചിരിക്കുന്നത്. 4-ാം വാർഡിൽ കുരിശുമല ഭാഗത്താണ് ടാങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി എത്തിച്ച ലക്ഷങ്ങളുടെ പൈപ്പ് മണ്ണിനടിയിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് ചേറ്റുകുഴി യേശുക്കണ്ടത്തിന് സമീപം ലോഡ് കണക്കിന് ഹോസുകൾ മാസങ്ങൾക്ക് മുമ്പ് ഇറക്കിയത്. കൂടാതെ നിരപ്പിൽ ചുറ്റി ഭാഗത്തും പൈപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. വണ്ടൻമേട്ടിൽ നിന്നും കാർഷിക മേഖലയിലേക്കും വാഴവീട്ടിൽ ടാങ്ക് നിർമ്മിച്ച തോട്ടം മേഖലയിലേക്കും വെള്ളം എത്തിക്കാനാണ് ലക്ഷ്യം. എന്നാൽ ഇതിനാവശ്യമായ പ്രാരംഭ നടപടികൾ തുടങ്ങാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ആവശ്യം. ഈ വെള്ളത്തിൻ്റെ സ്രോതസ് കണ്ടെത്താതെ പമ്പ് ഹൗസ് മാത്രം പണിതുകൊണ്ട് അതിനുള്ള ചെക്ക് ഡാമോ മറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവിടെ നിന്നും ഈ കുരിശുമല വരെ 4 കിലോമീറ്റർ അടുത്ത് 15-20 ഇഞ്ചിൻ്റെ പൈപ്പുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. അന്ന് തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ച പൈപ്പുകളെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളമില്ല, എന്നാൽ പമ്പ് ഹൗസ് ഉണ്ട്, വാട്ടർ ടാങ്കും ഫിൽറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളമില്ല. ആ അവസ്ഥ ഇങ്ങനെ കിടന്ന് ലാസ്റ്റ് ഇതെല്ലാം നശിച്ചു പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒരു പദ്ധതിയുമായി വന്നിരിക്കുന്നു. ജൽജീവൻ മിഷൻ എന്നുള്ള പദ്ധതിയുമായി സർക്കാർ വന്നിരിക്കുന്നു. ഇത് എത്ര കണ്ട് ഫലവത്താകും എന്നുള്ളതിനെക്കുറിച്ചാണ് ജനങ്ങൾക്ക് സംശയം. വേറൊന്നുമല്ല, ഇപ്പോൾ ചേറ്റുകുഴിക്കടുത്ത് AC കണ്ടത്തിൽ കഴിഞ്ഞ 4-5 മാസമായി കറുത്ത ഓസുകൾ, ഒരു 3 ഇഞ്ച് ഓസാന്ന് തോന്നുന്നു, അതിൽ കൂടുതലില്ലത്, 3 ഇഞ്ചിൻ്റെ PVC പൈപ്പും അല്ല, HDP പൈപ്പ്, കറുത്ത ഓസ്, റബ്ബർ പോലുള്ള ഓസ്, ആ പൈപ്പ് കൊണ്ട് ഇറക്കി കൂട്ടിയിട്ടിരിക്കുക. അത് കുറേശ്ശെ ഈ വണ്ടൻമേട് പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത് കൊണ്ടുപോയി JCB ഉപയോഗിച്ച് ഉള്ള നല്ല റോഡുകൾ വരെ കുത്തിപ്പൊളിച്ച് മൊത്തം ഇങ്ങനെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു 2-3 മീറ്റർ മാത്രം പൊക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് കൂടാതെ ഇപ്പം നെരപ്പേസിറ്റി ഭാഗത്ത് ഈ നേരത്തെ സൂചിപ്പിച്ചു പറയേണ്ട 15 ഇഞ്ചിൻ്റെ വ്യാസമുള്ള പൈപ്പ് വീണ്ടും കൊണ്ട് ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. എന്നാൽ ആ വലിയ ദൗത്യം ഇടർന്നതായാണ് വിവരം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 51, വിൽപ്പനയ്ക്ക് വന്നത് 8077, വിൽപ്പന നടന്നത് 5117, കൂടിയ വില 2803, ശരാശരി വില 2628. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 687 രൂപ, ഏലം കൂടിയ വില 2600, ഏലം ശരാശരി വില 2400. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 800, കൊക്കോ 140, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8270 രൂപ, വെള്ളി 112. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കർഷകർക്ക് നിരാശ നൽകി ഏലക്ക വില താഴേക്ക്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഏലക്കായ്ക്ക് വില ഇടിഞ്ഞത് 800 രൂപയോളം. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വില ഇടിക്കുന്നതാണെന്ന ആരോപണവുമായി കർഷകരും ചെറുകിട വ്യാപാരികളും. നിരോധിത ലഹരി വസ്തുക്കളായ MDMA-യും കഞ്ചാവും കണ്ടെടുത്ത കേസുകളിലായി 3 പേരെ തൊടുപുഴ പോലീസ് പിടികൂടി. 3 പേരെ പിടികൂടിയത് 2 കേസുകളിലായി. പ്രതികൾ കുടുങ്ങിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൊടുപുഴയിൽ നടന്ന പരിശോധനയിൽ. തൊടുപുഴ മണക്കാട് തോട്ടിൽ മുണ്ടിയാടി പാലത്തിനു താഴെ മനുഷ്യൻ്റേതെന്ന് സംശയിക്കുന്ന തലയോട്ടി കണ്ടെത്തി. സംഭവത്തിൽ തൊടുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി. കട്ടപ്പന നഗരസഭാ പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കല്യാണത്തണ്ടിൽ കൂടിയാലോചനയില്ലാതെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് എം സമരത്തിലേക്ക്. 25-ന് രാവിലെ 10 മുതൽ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വാർഡ് കൗൺസിലർ PM നിഷാമോളും നഗരസഭാ ഓഫീസ് പടിക്കൽ ഉപവാസ സമരം നടത്തും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.